ഹലോ, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഗാലക്സി റീചാർജ് എന്ന് പറഞ്ഞിട്ടുള്ള ദ ബിഗ്ഗസ്റ്റ് ആൻഡ് മോസ്റ്റ് ട്രസ്റ്റഡ് റീചാർജിങ് ആപ്പാണ്. നമസ്കാരം. നമ്മൾ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ മാധ്യമങ്ങളിലെല്ലാം ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണുന്നൊരു വീഡിയോ ആണ്. കുറച്ച് കമ്പനികളുടെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 3.25 കമ്മീഷൻ കിട്ടും, 3.5% കമ്മീഷൻ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ റെഗുലറായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. ഞാൻ അതിനകത്ത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത കാര്യം, പ്രത്യേകിച്ച് ഈ വീഡിയോസുകൾക്കെല്ലാം സിനിമാ നടിമാരും ഒക്കെ അങ്ങനെയുള്ളവരൊക്കെയാണ് പ്രൊമോഷൻ ചെയ്യുന്നത്. അവർ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് അവർ പറയുന്നൊരു പ്രത്യേകമായൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആപ്ലിക്കേഷനാണ്, അതുകൊണ്ട് പേടിക്കണ്ട എന്നാണ്. പ്രിയ സുഹൃത്തുക്കളെ, പരസ്യം ചെയ്ത് നിങ്ങൾ പൈസ മേടിക്കുന്നതാണെങ്കിലും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻസും വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വോഡാഫോൺ ഇല്ലെങ്കിൽ BSNL ഇല്ലെങ്കിൽ എയർടെൽ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസുകൾക്കാണ് ഇപ്പോൾ അവരുടെയൊക്കെ ആപ്ലിക്കേഷൻസ് അതെല്ലാം ട്രൈ അപ്രൂവ്ഡ് ആണ്, ഗവൺമെൻറ് അപ്രൂവ്ഡ് അല്ല. ഗവൺമെൻറ് അപ്രൂവ്ഡ് GST ഉള്ള എന്തും ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണ്. അത് ഏത് പ്രൊഡക്റ്റ് ബേസ്ഡ്, അതിനൊരു ക്രെഡിബിലിറ്റി ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം GST ആർക്കും കൊടുക്കും. ഒരു പാൻ കാർഡ് നമ്പരും ഡീറ്റെയിലും ഒരു കെട്ടിട നമ്പരൊക്കെ ഉണ്ടെങ്കിൽ GST ആർക്കും കിട്ടും. അത് വെച്ചിട്ട് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അതൊരു ക്രെഡിബിലിറ്റിയുടെ കാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കേരളത്തിൽ പുറത്തുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആപ്ലിക്കേഷൻസാണ് ഈ മാർക്കറ്റിൽ പ്രധാനമായിട്ടും കാണുന്നത്. ഞാൻ ഇന്ന് ചുമ്മാ പുറകെ പോയി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നോയിഡ പോലെയുള്ള പല സ്ഥലങ്ങളിലെ ആപ്ലിക്കേഷൻസാണ്. ഇത് കഴിച്ചിട്ട് ഒത്തിരി പേരെ പൈസ പോയിട്ടുമുണ്ട്. അപ്പോൾ ചില ആളുകളൊക്കെ ചിന്തിക്കും, ഇതിനകത്ത് നമുക്കൊരു 1000 രൂപയൊക്കെ ഇട്ട് മാക്സിമം വെച്ചിട്ട് ചെയ്താൽ മതിയല്ലോ, അപ്പോൾ നമുക്ക് പൈസ ഒന്നും പോകാനില്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ചെയ്യുന്ന ആളുകളെയൊക്കെ ഒത്തിരി പേരെ എനിക്ക് പേഴ്സണലി 1-2 പേരെടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ കണ്ടു. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ആക്സസ് ഉണ്ട്. അതായത് കോണ്ടാക്ട്സ്, ക്യാമറ, വീഡിയോ, ഫോട്ടോസ്, അതുപോലെ തന്നെ നമ്മുടെ ഫോൺ ബേസ് ചെയ്തിട്ടുള്ള സകല കാര്യങ്ങളും ഇവർ ആക്സസ് ചോദിക്കുന്നുണ്ട്. നമ്മൾ ആക്സസ് അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പേയ്മെൻറ്റ് ഒരു 1000 ഇട്ടോളൂ, 2000 ഇട്ടോളൂ, അത് കഴിഞ്ഞ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ ഈ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കൊടുക്കുന്ന ആക്സസ്സുകൾ ഫുള്ളി നമ്മുടെ ഫോൺ ഇവർക്ക് യൂസ് ചെയ്യാൻ പാകത്തിനുള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ അതുപോലെ വിശ്വാസമുള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് പൈസ പോയാൽ ഇപ്പോൾ കുറേ പേരുടെ ലിസ്റ്റ് എൻ്റെ കയ്യിൽ കാണുന്നുണ്ട്. കുറേ പേര് പൈസ പോയി എന്ന് പറഞ്ഞിട്ട് കുറേ പേര് പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വീഡിയോസുകൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഭയങ്കരമായിട്ട് ഗവൺമെൻറ് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ടാണ്. ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ട് ഇങ്ങനെ ആപ്ലിക്കേഷൻസുകൾ ഇല്ല എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇതിന് വേണ്ട, അതായത് ടെലികോം സംബന്ധമായ ആപ്ലിക്കേഷൻസുകൾക്കും അല്ലെങ്കിൽ റീചാർജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ട്രൈഡ് പെർമിഷനാണ് വേണ്ടത്. UPI പോലെയുള്ള അല്ലെങ്കിൽ ഗൂഗിൾ പേ, ഫോൺ പേ പോലെയുള്ള ആപ്ലിക്കേഷൻസിലെല്ലാം വേണ്ടത് റിസർവ് ബാങ്ക് പർപ്പസിലുള്ള അനുവാദം വേണം. എന്നാലാണ് ഈ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ ഈ ഒത്തിരിയേറെ ആപ്ലിക്കേഷൻസുകൾ മാർക്കറ്റിലുണ്ട്. ഈ മാർക്കറ്റിൽ ഓരോ ആപ്ലിക്കേഷൻ നമുക്ക് വ്യക്തിപരമായി അത്രത്തോളം വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ പൈസ പോവും. നാളെ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കാൻ പോകുന്ന, പൈസ പോകാൻ സാധ്യതയുള്ള ആളുകളുടെ പൈസ പോയി എന്ന് നമ്മൾ അറിയാൻ പോകുന്ന ഒരു മാർഗമായിരിക്കാം ഈ റീചാർജുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കാശ് പോകുമ്പോൾ നാളെ അറിയപ്പെടും. ഇന്നല്ലെങ്കിൽ നാളെ ഇത് സത്യമാണെന്ന് നാളെ നമുക്ക് ബോധ്യപ്പെടും. നമ്മുടെ ആപ്ലിക്കേഷൻസിലെ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത ഭാഗമായിട്ട് ഒത്തിരി പേരുടെ പൈസ പോയി എന്ന് നമ്മൾ അറിയാൻ ഇടവരും. നിങ്ങൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. സൺഡയർട്ട് പോലെയുള്ള റീചാർജ് കമ്പനികളുടെ പല റീചാർജ് കമ്പനികളുടെയും മാർജിൻ 3% താഴെയാണ് ഷോപ്പുകളിൽ കിട്ടുന്നത്. അവിടെയാണ് ഇത്രയും വലിയ മാർജിൻ ഇവർ പറയുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ.